പ്രതിരോധം, സുരക്ഷ, ആണവോർജ്ജം, വ്യാപാരം എന്നീ മേഖലകളിൽ വമ്പൻ മുന്നേറ്റത്തിന് കൈകൊടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെള്ളിയാഴ്ച ഇരു നേതാക്കളും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിൽ ധാരണയായത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കൂടുതൽ വിവരങ്ങൾ കുറിച്ചു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അൽബനീസുമായുള്ള വളരെ നല്ല കൂടിക്കാഴ്ചയായിരുന്നു നടന്നത്. നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ 5 വർഷത്തെ പൂർത്തീകരണമാണിത്. ഈ വർഷങ്ങളിൽ നമ്മുടെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കിയ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ ചർച്ചകൾ 3 പ്രത്യേക മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പ്രതിരോധം, സുരക്ഷ, ആണവോർജ്ജം, വ്യാപാരം. അവിടെ ബന്ധങ്ങൾ കൂടുതൽ വികസിപ്പിക്കുന്നതിന് വളരെയധികം സാധ്യതകളുണ്ട്. ചർച്ച ചെയ്ത മറ്റു മേഖലകളിൽ വിദ്യാഭ്യാസം, സാംസ്കാരിക വിനിമയങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. ഇതാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത്. വ്യോമസേനാ താവളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണാഫ്രിക്കൻ പ്രസിഡൻസി മന്ത്രി ഗുംബുട്സോ നട്ഷാവേനി സ്വീകരിച്ചു. തുടർന്ന് ഒരു സാംസ്കാരിക സംഘം പരമ്പരാഗത ഗാനവും നൃത്തവും അവതരിപ്പിച്ചു. ഇന്ത്യൻ സമൂഹവും ഊഷ്മളമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നടക്കുന്ന ആദ്യത്തെ G20 ഉച്ചകോടിയാണിത്. ഉച്ചകോടിക്കിടെ ലോക നേതാക്കളുമായി ഉൽപാദനപരവും ആത്മാർത്ഥമായതുമായ ചർച്ചകൾ പ്രതീക്ഷിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള വിദേശ നയതന്ത്ര ബന്ധങ്ങൾ സുസ്ഥിരമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായതിനാൽ ഇരു രാജ്യങ്ങളും ഒരു സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം പങ്കിടുന്നുണ്ട്. ഇരുവരും കോമൺവെൽത്ത് ഓഫ് നേഷൻസിലെ അംഗങ്ങളാണ്. രാഷ്ട്രീയ, സാമ്പത്തിക, സുരക്ഷാ, ഭാഷ, കായിക ബന്ധങ്ങൾ പങ്കിടുന്നു. ശക്തമായ വ്യാപാരത്തിനും കുടിയേറ്റത്തിനും പുറമെ ക്രിക്കറ്റ്, ടെന്നീസ്, ബാഡ്മിന്റൺ തുടങ്ങിയ സംസ്കാരം, സംഗീതം, വാണിജ്യ, അന്താരാഷ്ട്ര കായിക വിനോദങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ സാംസ്കാരിക ബന്ധമായി ഉയർന്നു വന്നിട്ടുണ്ട്. ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള സൈനിക സഹകരണത്തിൽ പതിവ് സംയുക്ത നാവികാഭ്യാസം ഉൾപ്പെടുന്നു. 2014 ടോണി ആൽബർട്ടിന്റെ സന്ദർശനം, അതേ വർഷം തന്നെ നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം, 28 വർഷത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ സന്ദർശനം, 2017 മാൽക്കം ടോൺബിളിന്റെ സന്ദർശനം എന്നിവ പോലുള്ള ഇന്ത്യൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിമാരുടെ സമീപകാല സന്ദർശനങ്ങൾ ബന്ധം തുടരുന്നു. സന്ദർശന വേളയിൽ മുംബൈയിൽ 2035 വരെയുള്ള ബന്ധങ്ങളെ നയിക്കാൻ ഒരു സ്വതന്ത്ര ഇന്ത്യ സാമ്പത്തിക തന്ത്രം കമ്മീഷൻ ചെയ്യുമെന്ന് ടെൻബുൾ അന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ 2020 ജനുവരിയിൽ ന്യൂഡൽഹി സന്ദർശിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഓസ്ട്രേലിയയിലെ കാട്ടുതീ കാരണം അത് മാറ്റിവെച്ചു. മെയ് മാസത്തേക്ക് പുനഃക്രമീകരിച്ച പദ്ധതി COVID-19 പൊട്ടിപ്പുറപ്പെട്ടതിനാൽ നിർത്തിവെച്ചു. ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെ ആക്രമണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതുക്കിയ ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം വികസിപ്പിക്കാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ജൂൺ 4 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോറിസണുമായി തന്റെ ആദ്യ വെർച്വൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച അന്ന് നടത്തിയിരുന്നു. COVID-19 ഉത്ഭവത്തെക്കുറിച്ചുള്ള ആഗോള അന്വേഷണം നടത്തണമെന്ന കാൻബറയുടെ ആഹ്വാനത്തെ ചൊല്ലി ചൈനയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പുതിയ സംഘർഷങ്ങൾക്കിടയിലായിരുന്നു ഉച്ചകോടി നടന്നത്. 2020 ഇന്ത്യയുടെ പ്രദേശത്തേക്ക് ചൈന നടത്തിയ കടന്നുകയറ്റത്തെ തുടർന്നായിരുന്നു ഇത്. പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ സ്കോമോസസ് നടത്തി. അവരുടെ വെർച്വൽ ഉച്ചകോടിയിൽ അവർ തങ്ങളുടെ സൈനിക സഖ്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ പോലും അന്ന് നടത്തിയിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.